ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വെനസ്ഡേ സീസൺ 2 ഏറ്റവും ഫൈനൽ ആയിട്ടുള്ള 8ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ വെനസ്ഡേയുടെ അനിയനായിട്ടുള്ള പക്സ്ലീനെ അവൻ ഒരു പെറ്റായിട്ട് വളർത്തിക്കൊണ്ടിരുന്ന ഐസക് എന്ന ആ ഒരു സോംബി തട്ടിക്കൊണ്ടു പോവുകയും അങ്ങനെ വെനസ്ഡേയുടെ പ്രീമുണിഷൻ സത്യമാവാൻ പോവാണെന്നും നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന സമയത്ത് ആ നാട്ടിലെ പോലീസുകാരാകട്ടെ എത്രയൊക്കെ പക്സ്ലീൻ അന്വേഷിച്ചിട്ടും അവനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പോൾ വെനസ്ഡേയും അവളുടെ സ്പിരിറ്റ് ഗൈഡായിട്ടുള്ള വീംസും മോർട്ടീഷ്യയും കൂടി സംസാരിച്ചിരിക്കുമ്പോൾ ഇത് നമ്മൾ അങ്ങേ ഡെസ്പറേറ്റ് ആയിട്ടുള്ള സമയമാണെന്നും ഇപ്പോൾ ഇങ്ങനെ പിണങ്ങിയിരുന്നിട്ട് കാര്യമില്ലെന്നും വെനസ്ഡേക്കാകട്ടെ അവളുടെ സൈക്കിക് ആയിട്ടുള്ള പവർ മുഴുവനായിട്ട് തിരികെ കിട്ടാത്ത കാരണം മോർട്ടീഷ്യയും അവളുടെ മുത്തശ്ശിയും വെനസ്ഡേയും കൂടി ഒരുമിച്ച് ഇരുന്ന് എന്തെങ്കിലും ചെയ്താലേ അവർക്ക് അവരുടെ ഫാമിലിനെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്നും വീംസ് ഇപ്പോൾ പറയുമ്പോൾ തന്റെ അമ്മയായിട്ട് അങ്ങോട്ടേക്ക് പോയി സംസാരിക്കാനായിട്ട് മോർട്ടീഷ്യയ്ക്ക് ഒട്ടും തന്നെ താല്പര്യമില്ലെങ്കിലും തന്റെ മകന് വേണ്ടി ഏതൊരറ്റം വരെയും പോവാനായിട്ട് തയ്യാറായിട്ട് മോർട്ടീഷ്യ ഇപ്പോൾ നേരിട്ട് അവളുടെ അമ്മേനെ ചെന്ന് കണ്ടിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് മോർട്ടീഷ്യയും വെനസ്ഡേയും അവളുടെ മുത്തശ്ശിയും കൂടി ഒരുമിച്ചിരുന്ന് അവരുടെ പവേഴ്സ് എല്ലാം ഉപയോഗിച്ചിട്ട് പക്സ്ലീനെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നതിന്റെ ഇടയിൽ അവരുടെ രണ്ടുപേരുടെയും പവേഴ്സ് വരുമ്പോൾ വെനസ്ഡേക്ക് ഇപ്പോൾ ഒരു വിഷൻ കിട്ടുന്നുണ്ട്. അതില് അവളുടെ അമ്മയായിട്ടുള്ള മോർട്ടീഷ്യയും ഗോമസും കൂടിയിട്ട് ഐസക്കിനെ ആ ഒരു സ്കൾട്രിയുടെ താഴെ കുഴിച്ചിടുന്നതാണ് അവൾ കാണുന്നത്. അങ്ങനെ ഇത് കണ്ടിട്ട് തന്റെ പാരന്റ്സ് തന്നോട് ഇത്രയും നാളും ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടെന്നും ഐസക്കിനും തന്റെ പാരന്റ്സിനും ഇടയിൽ എന്തോ നടന്നിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെയാണ് ഐസക് അവരുടെ ഫാമിലിയെ ടാർഗറ്റ് ചെയ്ത് വരുന്നതെന്നും മനസ്സിലാക്കി വെനസ്ഡേ അന്ന് നടന്ന കാര്യങ്ങൾ എന്താണെന്ന് മോർട്ടീഷ്യയുടെ അടുത്ത് ചോദിക്കുമ്പോഴാണ് ശരിക്കും പണ്ട് മുതലേ ജീനിയസ് ആയിട്ട് ഒരുപാട് ഇൻവെൻഷൻസ് ഒക്കെ നടത്തി വന്ന ഐസക്കിനാകട്ടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ സ്വന്തം സിസ്റ്റർ ആയിട്ടുള്ള ഫ്രാങ്കോയിസിന് ഈ ഹൈഡൊക്കെ ആവാനായിട്ടുള്ള എബിലിറ്റി ഒക്കെ ഒട്ടും തന്നെ താല്പര്യമില്ലാത്തതുകൊണ്ട് അവൾക്കൊരു നോർമൽ ആയിട്ടുള്ള വിമൺ ആയിട്ട് ജീവിക്കാനായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ടും അവളുടെ ആ ഒരു ഹൈഡ് ആവാനായിട്ടുള്ള പവേഴ്സ് ഒക്കെ എടുത്തു മാറ്റി അവൾക്കൊരു നോർമൽ ലൈഫ് കൊടുക്കുക എന്നതായിരുന്നു. അങ്ങനെ ഇതിനു വേണ്ടി അവനൊരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് മെഷീൻ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് വളരെ വലിയ ഹൈ പവർ തന്നെ വേണ്ടിയിരുന്ന കാരണം കൊണ്ട് അവനിപ്പോ അവന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടും റൂംമേറ്റുമായിട്ടുള്ള വെനസ്ഡേയുടെ അച്ഛനായിട്ടുള്ള ഗോമസിനെ സമീപിക്കുന്നുണ്ട്. കാരണം ഗോമസിനാകട്ടെ പക്സ്ലിയുടെ പോലെ ഇലക്ട്രിഫൈങ് ആയിട്ടുള്ള ഒരു പവർ ഉള്ളത് കാരണം കൊണ്ട് ആ പവർ ഉപയോഗിച്ച് അവന്റെ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കാനായിരുന്നു ഐസക്കിന്റെ പ്ലാൻ. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം അവൻ നടത്തുമ്പോൾ അത് ഗോമസിന് വളരെ ദോഷമാണെന്നും ഗോമസ് മരിച്ചു പോകുമെന്നും ഐസക്കിന് ഉറപ്പുണ്ടായിരുന്നിട്ട് പോലും തന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് കൂടി ഓർക്കാണ്ട് തന്റെ സ്വന്തം സിസ്റ്ററിന് വേണ്ടിയിട്ട് അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൻ മനഃപൂർവ്വം തന്നെ ഗോമസിനെ സാക്രിഫൈസ് ചെയ്യാണ്. അങ്ങനെ അവൻ ഗോമസിനെ ഉപയോഗിച്ച് ആ ഒരു മെഷീൻ വർക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ അവിടേക്ക് മോർട്ടീഷ്യ വരികയും അവൻ ഇങ്ങനെ തന്റെ ലവറിനെ കൊല്ലാൻ നിൽക്കുന്നതും കണ്ട് ദേഷ്യം വന്നിട്ട് മോർട്ടീഷ്യ അവിടെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നതിലൂടെ ആ ഒരു മെഷീന്റെ വർക്കിംഗ് നശിച്ചു പോവുകയും അങ്ങനെ കഷ്ടിച്ച് ഗോമസ് രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു ഇൻസിഡന്റിന്റെ റിസൾട്ടായിട്ട് ഗോമസിന് അവന്റെ പവർ തന്നെ പിന്നീട് ഇല്ലാതായി പോകുന്നുണ്ട്. പക്ഷെ അത്രയും വലിയൊരു പവർ ഫെയിലിയർ വന്നതുകൊണ്ട് തന്നെ ഐസക് ഓൺ ദ സ്പോട്ട് തന്നെ മരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് തങ്ങളുടെ മേത്തേക്ക് ഒരു കൊലപാതക കുറ്റം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗോമസ് മോർട്ടീഷ്യയും ചെന്നിട്ട് അവനെ ആ ഒരു സ്കൾട്രിയുടെ താഴെ കുഴിച്ചിട്ടതെന്നും പിന്നീട് പക്സ്ലി അവന്റെ ഇലക്ട്രിഫൈങ് പവർ വെച്ച് തന്നെ ആ ഒരു സോംബിയായി മാറിയ ഐസക്കിനെ തിരിച്ചു കൊണ്ടുവരായിരുന്നതും ഇപ്പോ മോർട്ടീഷ്യ പറയുന്നുണ്ട്. അങ്ങനെ ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി വെനസ്ഡേ ഇപ്പം നേരെ അവളുടെ അനിയനെ രക്ഷിക്കാനായിട്ട് പോകുന്നുണ്ട്. ഇതേ നേരം പക്സ്ലി ആകട്ടെ ഐസക്കും ടൈലറും അവന്റെ അമ്മയും ചേർന്ന് പഴയൊരു വീട്ടില് കെട്ടി വെച്ചിരിക്കുകയാണ്. ഇതേ നേരം ഐസക്ക് പക്സ്ലിയുടെ അടുത്ത് നീ എന്നെ വെറും ഒരു പെറ്റായിട്ട് കൺസിഡർ ചെയ്ത് പട്ടിയെ പോലെ എന്റെ മേത്ത് ചങ്ങലയൊക്കെ ഇട്ട് വലിച്ചുകൊണ്ട് വന്നത് അത്രയും സുഖമുള്ള ഒരു കാര്യമല്ലെന്നൊക്കെ പറഞ്ഞ് ഐസക് ഇപ്പോൾ പക്സ്ലിനെയും അതേ അവസ്ഥയിൽ നിർത്തുന്നുണ്ട്. മാത്രമല്ല പിന്നീട് അവൻ ഫ്രാങ്കോയിസിനെ ചെന്ന് കണ്ടിട്ട് 30 വർഷമായിട്ട് താൻ കാത്തിരിക്കുന്നത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണെന്നും അതുകൊണ്ട് നിനക്ക് തന്ന പ്രോമിസ് ഞാൻ എന്ത് വില കൊടുത്തും നടത്തുമെന്നും ഐസക് ഇപ്പോൾ അവൾക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അവൻ നെവർമോറിലേക്ക് എത്തിയിട്ട് പക്സ്ലിയുടെ ഫ്രണ്ട് ആയിട്ടുള്ള യൂജീനെ കണ്ട് എന്തോ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് യൂജീൻ എന്തോ ഒരു പൊതിയും കൊണ്ട് നേരെ വെനസ്ഡേയുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് ഐസക് ഇവിടെ ഉണ്ടായിരുന്നെന്നും ഇത് നിനക്ക് തരാൻ പറഞ്ഞെന്നും പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ ആ ഒരു പൊതി കൊടുത്ത് അവിടെ നിന്ന് ഓടി പോകുന്നുണ്ട്. വെനസ്ഡേ ആകട്ടെ ഇപ്പൊ അത് തുറന്നു നോക്കുമ്പോൾ അത് ഒരു ഫിഗറീൻ ആണെന്നും അതിന്റെ അടിയിലായിട്ട് മിഡ് നൈറ്റ് എന്ന് എഴുതിയിരിക്കുന്ന കാണുമ്പോൾ വെനസ്ഡേക്ക് എന്തോ കാര്യം മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രിയാവുമ്പോൾ വെനസ്ഡേ തിങ്ങിനെയും കൂട്ടിയിട്ട് നേരെ ആ ഒരു സ്കൾട്രിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. മാത്രമല്ല അവള് പതികമാരും കാണാത്ത ഒരു ആംഗിളില് ഒരു തോക്ക് വെച്ചിട്ട് തിങ്ങിനെ അവിടെ നിർത്തിയിട്ട് നല്ലൊരു ഷോട്ട് കിട്ടുമ്പോൾ അപ്പൊ തന്നെ അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലണമെന്ന് തിങ്ങിനോട് പറഞ്ഞിട്ട് വെനസ്ഡേ ഇപ്പോൾ പക്സ്ലീനെയും പിടിച്ചുകൊണ്ട് അവിടേക്ക് വരുന്ന ഐസക്കിന്റെ അടുത്തേക്ക് പതിയെ നടന്ന് നീങ്ങുന്നുണ്ട്. അങ്ങനെ തിങ്ങിപ്പോ അവനെ ഷൂട്ട് ചെയ്യാൻ വേണ്ട പെർഫെക്റ്റ് ടൈം നോക്കിക്കൊണ്ടിരിക്കെ തന്നെ വെനസ്ഡേ ഐസക്കിന്റെ അടുത്ത് നീ എന്റെ പാരന്റ്സിനോട് ചെയ്തത് എന്തൊക്കെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ പറഞ്ഞ് അവൻ
അവന്റെ ശ്രദ്ധ മാറ്റുന്നുണ്ടെങ്കിലും ഇതെല്ലാം നേരത്തെ കൂട്ടി ഇന്തിച്ചു വെച്ചതുകൊണ്ട് തിങ് ഒരു പെർഫെക്റ്റ് ടൈമിൽ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഡീന് വളരെ വിദഗ്ധമായിട്ട് തന്നെ ഐസക് രക്ഷപ്പെടുന്നുണ്ട്. മാത്രമല്ല അവനിപ്പോ വെനസ്ഡേയുടെ അടുത്ത് എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നിന്റെ കസ്റ്റഡിയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഐസക് ഇപ്പൊ നേരെ ടൈലറിനെ വിട്ടിട്ട് അവനെ ഷൂട്ട് ചെയ്യാനായിട്ടിരുന്ന തിങ്ങിനെ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. പിന്നീട് അവൻ വെനസ്ഡേയുടെ അടുത്ത് ശരിക്കും ഈ തിങ് നിന്റെ അല്ലെന്നും അത് എന്റെ ആണെന്നും പറഞ്ഞിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഐസക് ആ ഒരു എക്സ്പെരിമെന്റ് നടത്തുന്ന സമയത്ത് മോർട്ടീഷ്യ അവളുടെ ലവറായിട്ടുള്ള ഗോമസിനെ രക്ഷിക്കുന്നതിന്റെ ഇടയിൽ ആ ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഐസക്കിന്റെ റൈറ്റ് ഹാൻഡിനെ വെട്ടുകയും അങ്ങനെ അത് സ്പ്ലിറ്റ് ആയി പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അവിടെ നിന്ന് നടന്ന എക്സ്പ്ലോഷനിൽ ഐസക് മരിച്ചു പോയെങ്കിലും ശരിക്കും ഐസക്കിന്റെ ഒരു റൈറ്റ് ഹാൻഡ് അവനെ പറ്റിയുള്ള യാതൊരു ഓർമ്മകളിലും ഇല്ലാതെ ആകെ ഒറ്റപ്പെടുമ്പോഴാണ് ഗോമസും മോർട്ടീഷ്യയും കൂടിയിട്ട് അവനെ സ്വന്തം ഫാമിലിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ ശരിക്കും ആ ഒരു റൈറ്റ് ഹാൻഡ് തന്നെ തന്നെയാണെന്നും അതില്ലാണ്ട് എന്റെ പവേഴ്സ് ഒന്നും കംപ്ലീറ്റ് ആവില്ലെന്ന് പറഞ്ഞ് അവനിപ്പോ തിങ്ങിനെ എടുത്തിട്ട് നേരെ അവന്റെ മേത്ത് തന്നെ വെച്ചിട്ട് തുന്നി ചേർക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ തിങ് അവന്റെ ബോഡിയിലും കൂടി ചേരുമ്പോൾ അവന്റെ പവേഴ്സ് ഒക്കെ വളരെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ഐസക് അവന്റെ പവേഴ്സ് എടുത്തിട്ട് വെനസ്ഡേനെ അവനെ മോർട്ടീഷ്യയും ഗോമസും പണ്ട് കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്ന അതേ കുഴിയിൽ ഇപ്പൊ വെനസ്ഡേനെ അവന്റെ പവേഴ്സ് ഉപയോഗിച്ചിട്ടിട്ട് ഒരു മരത്തിന്റെ റൂട്ട്സിനെയൊക്കെ അവന്റെ പവേഴ്സ് വെച്ച് ആക്ടിവേറ്റ് ചെയ്ത് വെനസ്ഡേനെ അതിന്റെ അകത്തേക്ക് പിടിച്ചിട്ട് മണ്ണൊക്കെ മൂടി അവളെ ജീവനോടെ തന്നെ അതിന്റെ അകത്ത് കുഴിച്ച് ഇടുന്നുണ്ട്. അങ്ങനെ ഇപ്പോ അവളുടെ കഥ കഴിഞ്ഞെന്ന വിശ്വാസത്തില് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിലും വെനസ്ഡേക്ക് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് പേടിച്ചിട്ട് അവളെ പോലും അറിയിക്കാണ്ട് ആഗ്നസ് അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൾ ഈ കാര്യങ്ങളൊക്കെ നേരിട്ട് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോ തനിക്ക് ഒറ്റയ്ക്ക് എന്തായാലും വെനസ്ഡേനെ രക്ഷിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കി അവളിപ്പോ നേരെ തന്നെ കൂട്ടിൽ അടച്ചിട്ടിരിക്കുന്ന എനിഡിന്റെ അടുത്ത് പോയിട്ട് അവളുടെ ഹെൽപ്പ് ചോദിക്കുമ്പോൾ ഇന്ന് ഫുൾ മൂൺ ആണെന്നും ഇന്ന് താൻ ട്രാൻസ്ഫോം ചെയ്യുകയാണെങ്കിൽ ഇനി ഒരിക്കലും തനിക്ക് തന്റെ റിയൽ ആയിട്ടുള്ള പോലെ വരാനായിട്ട് പറ്റില്ലെന്നും നന്നായി തന്നെ അറിയാമായിരുന്നിട്ടും വെനസ്ഡേനെ രക്ഷിക്കാൻ വേണ്ടി എനിട്ടിപ്പം നേരെ തന്നെ ആ ഒരു സ്കൾട്ടറിയുടെ അടുത്തേക്ക് വന്നിട്ട് അവര് അവളുടെ മനുഷ്യ ഫോമിലിരുന്ന് ഒരു മണ്ണ് മാന്തി കഴിഞ്ഞാൽ തന്നെ സമയം ഒരുപാട് എടുക്കുമെന്നും വെനസ്ഡേക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാന്നുള്ളതുകൊണ്ട് അവളിപ്പോ അവളുടെ ഫ്യൂച്ചർ പോലും നോക്കാതെ നേരെ ഒരു വെർവോൾഫ് ആയിട്ട് മാറുകയും അങ്ങനെ ആ ഒരു പവർ വെച്ച് ആ മണ്ണും റൂട്ട്സ് ഒക്കെ മാന്തി വെനസ്ഡേനെ ഇപ്പൊ പുറത്തേക്ക് എടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ വെനസ്ഡേ കണ്ണ് തുറക്കുന്ന സമയത്ത് ഇങ്ങനെ ഫുൾ മൂണിന്റെ അന്ന് ട്രാൻസ്ഫോം ചെയ്ത് നിൽക്കുന്ന എനിഡിനെ കാണുമ്പോൾ നീ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ആഗ്നസ് വെനസ്ഡേനെ രക്ഷിക്കാനായിട്ട് വേറെ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നെന്ന് അവളുടെ അടുത്ത് പറയുന്നുണ്ട്. ഇതേ നേരം തന്നെ ഇനി ഒരിക്കലും തനിക്ക് തന്നെ തിരിച്ചുള്ള ഒരു ഹ്യൂമൻ ഫോമിലേക്ക് മടങ്ങി വരാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കി എനിട്ടിപ്പോ അവിടെ നിന്ന് ഓടിപ്പോകുമ്പോൾ അവളെ ആശ്വസിപ്പിക്കാനായിട്ട് വെനസ്ഡേ ഇപ്പോൾ ആഗ്നസിനെ വിടുന്നുണ്ട്. സെയിം ടൈമിൽ തന്നെ വെനസ്ഡേയുടെ അമ്മയും അച്ഛനും സ്പിരിറ്റ് ഗൈഡൊക്കെ അവളുടെ അടുത്തേക്ക് എത്തിയിട്ട് അവരെല്ലാവരും കൂടി ഇപ്പൊ പക്സ്ലീനെ രക്ഷിക്കാനായിട്ട് ചെല്ലുന്നുണ്ട്. ഇതേ നേരം ഐസക് ആകട്ടെ ടൈലറിനെയും അവന്റെ അമ്മയും കൂട്ടിയിട്ട് ഒരു ടവറിന്റെ മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ അവന്റെ എക്സ്പെരിമെന്റ് നടത്താനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതേ നേരം തന്നെ മോർട്ടീഷ്യയും വെനസ്ഡേയും ഗോമസും കൂടിയിട്ട് അതേ ടവറിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ടൈലർ ആകട്ടെ പക്സ്ലീനെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് വന്ന് അവനെ ഒരു ചെയറിൽ ഇലക്ട്രിഫൈ ചെയ്യാനായിട്ട് സെറ്റ് ചെയ്ത് ഇരുത്തുന്ന നേരത്ത് ഫ്രാങ്കോയിസ് ഇപ്പോൾ ഐസക്കിന്റെ അടുത്ത് ചെന്നിട്ട് ഇപ്പോഴാണ് നമ്മുടെ ടൈം എന്നും നീ എന്നോട് പ്രോമിസ് ചെയ്ത പോലെ നിന്റെ പ്രോമിസ് നടത്താനും അവന്റെ അടുത്ത് ആവശ്യപ്പെട്ട് നേരെ ടൈലറിനെ നോക്കുന്നുണ്ട്. ഇതേ നേരം ഐസക് ആകട്ടെ അവന്റെ പവേഴ്സ് വെച്ചിട്ട് ഇപ്പോൾ ഫ്രാങ്കോയിസിനെ പകരം നീലെ ടൈലറിനെ തന്നെ പിടിച്ചിട്ട് അവിടുത്തെ ബെഡിൽ പിടിച്ച് ബലമായിട്ട് തന്നെ അവനെ ലോക്ക് ചെയ്ത് കിടത്താണ്. ഇത് കണ്ട് ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് ടൈലർ അവന്റെ അമ്മയുടെ അടുത്ത് എന്നെ എന്തിനാണ് പിടിച്ചു വെച്ചിരിക്കുന്നതെന്നും അമ്മയ്ക്ക് വേണ്ടി ട്രീറ്റ്മെന്റ് ആയിട്ടല്ലേ നമ്മൾ ഇവിടേക്ക് വന്നതെന്നും ചോദിക്കുമ്പോൾ എന്തായാലും തനിക്ക് ഇത്രയും ഏജ് ആയെന്നും താൻ ഇനി സർവൈവ് ചെയ്യാൻ പോണില്ലെന്നും പക്ഷെ ഈ ഒരു കോഴ്സും വെച്ച് നീ ജീവിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവന്റെ ആ ഒരു ഹൈഡ് പവർ റിമൂവ് ചെയ്യാനായിട്ടാണ് പോകുന്നതെന്ന് ഫ്രാങ്കോയിസ് ഇപ്പൊ പറയുമ്പോൾ അത് തന്റെ വലിയ പവർ ആണെന്നും അതൊരിക്കലും എടുത്ത് കളയരുതെന്നും പറഞ്ഞ് ടൈലർ ഇപ്പോ ചൂടാവുന്നുണ്ടെങ്കിലും ഫ്രാങ്കോയിസ് ഇപ്പൊ അവനെ അടക്കി നിർത്തുന്നുണ്ട്. മാത്രല്ല അവളിപ്പോ അവിടെയായിട്ട് മോർട്ടീഷ്യയുടെ ഒരു ഷാഡോ കാണുമ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്കല്ലെന്നും പക്സ്ലിയെ രക്ഷിക്കാനായിട്ട് അവന്റെ ഫാമിലി എത്തിയ കാര്യവും അവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതേ നേരം വെനസ്ഡേ ആകട്ടെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റെയർ കേസിൽ കൂടെ ആരും കയറാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോ ഐസക് അവന്റെ ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്തിട്ട് അവിടേക്ക് വന്ന മോർട്ടീഷ്യയുടെ പുറകിൽ പോകുമ്പോൾ വെനസ്ഡേ മറ്റൊരു സൈഡിൽ കൂടെ ആരും കയറിയിട്ട് നേരെ തന്നെ ടൈലറിന്റെ അടുത്തേക്ക് പോയിട്ട് ടൈലർ ആകട്ടെ ഈ സമയം അവനെ കൊന്നുകളയാനായിട്ട് അവളുടെ അടുത്ത് ആവശ്യപ്പെടുമ്പോഴും അവളാകട്ടെ അവനെ കൊല്ലാണ്ട് അവന്റെ ഒരു കെട്ടയച്ച് അവനെ റെസ്ക്യൂ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവൻ പിന്നീട് ഒരു ഹൈഡായിട്ട് മാറിയിട്ട് നേരെ ഐസക്കിന്റെ അടുത്ത് പോകുമ്പോൾ ആ ഗ്യാപ്പിന് വെനസ്ഡേ ഇപ്പൊ നേരെ അവളുടെ അനിയനായ പക്സ്ലിയെ ചെന്ന് രക്ഷപ്പെടുത്തുന്നുണ്ട്. ഇതേ നേരം തന്റെ പവേഴ്സ് തന്നെ നിന്ന് തട്ടിയെടുക്കാനായിട്ട് നോക്കിയ ഐസക്കിനെ ഹൈഡായി മാറിയ ടൈലർ ഇപ്പോ എടുത്ത് എറിയുന്നുണ്ട്. പോരാത്തതിന് അവനിപ്പോ ഫീലിംഗ്സ് ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് സ്വന്തം അമ്മയായിട്ടുള്ള ഫ്രാങ്കോയിസിനെയും എടുത്തെറിയുമ്പോൾ പിന്നീട് അവിടെ നടക്കുന്നത് രണ്ട് ഹൈഡുകളുടെ ഇടയിലുള്ള ഒരു വലിയ ഫൈറ്റ് തന്നെയായിരുന്നു. അങ്ങനെ അവരെ രണ്ടുപേരും കൂടി അവിടെ അടികൂടുന്ന നേരം വെനസ്ഡേ ഇപ്പോൾ ഒരു ആക്സ് എടുത്തിട്ട് ഐസക്കിന്റെ ആ ഒരു മെഷീനൊക്കെ തകർത്ത് അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുമ്പോഴേക്കും അവിടെ നടന്ന ഒരു സ്പാർക്ക് കാരണം കൊണ്ട് അവിടെ ഒരു ചെറിയ എക്സ്പ്ലോഷൻ തന്നെ ഉണ്ടായി പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ രണ്ട് ഹൈഡുകളും തമ്മിൽ തല്ലുകൂടി ലാസ്റ്റ് അതിന്റെ ഇടയിൽ വെച്ചിട്ട് ടൈലറിന്റെ അമ്മയായിട്ടുള്ള ഫ്രാങ്കോയിസ് സ്ലിപ്പായിട്ട് താഴേക്ക് വീഴാൻ നിൽക്കുന്ന നേരം
ടൈലറിന് അവന്റെ ഉള്ളിലുള്ള ആ ഒരു മകന്റെ ഫീലിങ്സ് വന്നിട്ട് അവൻ ഫ്രാങ്കോയിസിനെ രക്ഷിക്കാനായിട്ട് കൈയൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും അവളിപ്പോ അവളുടെ വിധി ആക്സെപ്റ്റ് ചെയ്തിട്ട് നേരെ ഒരു പിടിവെട്ട് താഴേക്ക് വീണ് സ്വയം എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കാഴ്ച വളരെ നിസ്സഹായത്തോടു കൂടി നോക്കി നിൽക്കുന്ന ടൈലറിനെയും നമ്മളെ കാണിക്കുന്നുണ്ട്. എന്നാൽ ഇതേ നേരം തന്നെ ആ ഒരു എക്സ്പ്ലോഷനൊക്കെ കഴിഞ്ഞ് ബോധമൊക്കെ തിരിച്ചു കിട്ടുന്ന ഐസക് ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വെനസ്ഡേനെ നേരെ അവന്റെ പവേഴ്സ് വെച്ച് കൈകൊണ്ട് പിടിക്കുകയും തനിക്ക് ഈ ഒരു ലോകത്ത് ആർക്കുകൂടി ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ഉണ്ടായിരുന്നത് അവന്റെ സിസ്റ്ററിന്റെ അടുത്തായിരുന്നെന്നും അവൾ മരിക്കാൻ കാരണമുള്ള ഒരേ ഒരു കാരണക്കാരി അത് വെനസ്ഡേ തന്നെയാണെന്നും അതുകൊണ്ട് അവളെ ഞാൻ ഇല്ലാണ്ടാക്കുമെന്ന് പറഞ്ഞ് അവനെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നതിന്റെ ഇടയിൽ മോർട്ടീഷ്യ ആകട്ടെ ഇപ്പൊ തിങ്ങിനെ വിളിച്ചിട്ട് കാര്യം നീ ഐസക്കിന്റെ ഉള്ളിലാണെങ്കിലും തിങ് ഇപ്പോഴും ജീവനോടെ തന്നെ ഉണ്ടെന്നും ഞങ്ങളെല്ലാവരും നിന്റെ ഫാമിലി മെമ്പേഴ്സ് ആണെന്നും കൂടി പറയുമ്പോൾ ഐസക്കിന്റെ ബോഡിയിലിരിക്കുന്ന തിങ് അപ്പോൾ പെട്ടെന്ന് ആക്ടിവേറ്റ് ആയിട്ട് അവനിപ്പോ നേരെ അവന്റെ ഓണർ ആയിട്ടുള്ള ഐസക്കിന് എണ്ണിട്ട് ഒന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് തിങ്ങും ഐസക്കും തമ്മിലുള്ള വലിയൊരു ഫൈറ്റ് തന്നെയായിരുന്നു. കാരണം ഐസക്കിന്റെ എല്ലാ പവർ ഇരിക്കുന്നത് റൈറ്റ് ഹാൻഡിലായിരുന്നെങ്കിലും തിങ് ഇപ്പോൾ അവനെ തന്നെ ഡിസ്റ്റർബ് ചെയ്യുന്ന കാരണം കൊണ്ട് അവൻ ഈ പവേഴ്സ് ഒന്നും വേണ്ടത്ര രീതിയിൽ യൂസ് ചെയ്യാനൊന്നും സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പൊ തിങ് അവൻ അടിച്ചടിച്ച് അവൻ വീക്കായി പോകുന്ന ഒരു ടൈമിൽ അവന്റെ ചെസ്റ്റിൽ അവൻ റിയൽ ആയിട്ടുള്ള ഹാർട്ടിനെ റീപ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ക്ലോക്ക് ഇപ്പോൾ തിങ് വളരെ കഷ്ടപ്പെട്ട് തന്നെ അവന്റെ പവറൊക്കെ വെച്ച് എടുത്ത് മാറ്റുന്നുണ്ട്. സോ അങ്ങനെ ആ ഒരു ക്ലോക്ക് മാറ്റുന്നതിന്റെ പുറകിലായിട്ട് തന്നെ ഐസക്കും ഇപ്പൊ അവിടെ മരിച്ച് വീഴുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ തിങ് ഐസക്കിനെ കൊന്നതിന് ശേഷം വീണ്ടും അവന്റെ ഫാമിലി ആയിട്ടുള്ള ആദംസ് ഫാമിലിയിലേക്ക് റീജോയിൻ ചെയ്യുകയും അവനെല്ലാരും കൂടി നല്ല രീതിയിൽ തന്നെ വെൽക്കം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ പിറ്റേ ദിവസം വെനസ്ഡേ തിങ്ങിന്റെ അടുത്ത് സംസാരിച്ച് അവനെ ഓക്കെ ആക്കുന്നതിന്റെ ഇടയിൽ അവിടേക്ക് ആഗ്നസ് കയറി വന്നിട്ട് എന്നിട്ടിപ്പോ നോർത്ത് ആയിട്ടുള്ള ഡയറക്ഷനിൽ എങ്ങോട്ടും നീക്കൊണ്ടിരിക്കുകയാണെന്നും അവളെ ഞാൻ ട്രാക്ക് ചെയ്യുന്നുണ്ടെന്നും പറയുന്നുണ്ട്. ഇതേ നേരം അവരുടെ മ്യൂസിക് ടീച്ചറായിട്ടുള്ള മിസ് കാപ്രി ഇപ്പോൾ തന്റെ അമ്മയുടെയും അച്ഛന്റെയും കല്ലറയുടെ മുമ്പിൽ നിൽക്കുന്ന ടൈലറിന് പോയിട്ട് കണ്ടിട്ട് അവനെ ആശ്വസിപ്പിച്ച് നിനക്കിപ്പോൾ വേണ്ടത് ഒരു മെന്റൽ സപ്പോർട്ടാണെങ്കിൽ ഞാൻ നിന്നെ അതിനെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് അവനെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. കാരണം കാപ്രിയെ സംബന്ധിച്ച് ഇതുപോലെ വീക്കായിട്ടുള്ള സ്റ്റുഡൻസിന് ഹെൽപ്പ് ചെയ്യാന്നുള്ളതായിരുന്നു അവളുടെ ഒരു എയിം. ഇതേ നേരം തന്നെ വെനസ്ഡേയും അവളുടെ അമ്മയും തമ്മിലുള്ള ഒരു ബോണ്ട് കുറച്ചും കൂടി അടുത്തതായിട്ടും അവളുടെ ഫാമിലിയിലെ സീക്രറ്റ്സ് ഒക്കെ ഇപ്പൊ റിവീൽഡ് ആയതുകൊണ്ട് ഇനിയൊന്നും ഒളിക്കാനില്ലെന്ന് പറഞ്ഞ് അവളുടെ അമ്മ ഇപ്പൊ വെനസ്ഡേയുടെ കയ്യിൽ അവളുടെ ആന്റ് ആയിട്ടുള്ള ഒഫീലിയയുടെ ജേർണൽ കൊടുക്കുന്നുണ്ട്. ഈ ആന്റ് ഒഫീലിയ എന്ന് പറയുന്നത് ശരിക്കും മോർട്ടീഷ്യയുടെ ഒരു സിസ്റ്റർ തന്നെയായിരുന്നു. പക്ഷെ അവളുടെ പവേഴ്സ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്ത കാരണം കൊണ്ട് വെനസ്ഡേക്ക് വന്ന പോലെ അവളുടെ കണ്ണീന്നൊക്കെ ആകെ ബ്ലാക്ക് ടീയേഴ്സ് സംഭവിക്കുകയും പിന്നീട് അവളെ പറ്റി യാതൊരു വിവരവും ഇല്ലാത്തതും നമ്മൾ ഇതിന് മുമ്പത്തെ എപ്പിസോഡുകളിലായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ആൻഡ് ഒഫീലിയയുടെ ആ ഒരു ജേർണൽ കിട്ടുമ്പോൾ വെനസ്ഡേക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവളുടെ അമ്മോടും പപ്പയോടൊക്കെ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിച്ച് ഇപ്പൊ അവള് നേരെ തന്നെ അവളുടെ പെട്ടിയും കിടക്കൊക്കെ പാക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇതേ നേരം തന്നെ നമുക്ക് മിക്കവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ടുള്ള അവളുടെ അങ്കിളായ ഹെസ്റ്റർ ഇപ്പോൾ അവിടേക്ക് വന്നിട്ട് വെനസ്ഡേനെയും കൂട്ടിയിട്ട് അവന്റെ ബൈക്കിൽ പോകുന്നുണ്ട്. അവരിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നതാകട്ടെ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള എനിഡിനെ ഇവിടെ പെർമനന്റ് ആയിട്ടുള്ള വെർവോൾഫായ ഒരു ട്രാൻസ്ഫോർമേഷനെ എങ്ങനെയെങ്കിലും തടഞ്ഞ് തിരിച്ച് അവളൊരു ഹ്യൂമൻ ഫോമിലേക്ക് കൊണ്ടുവരാനായിട്ടാണ്. അങ്ങനെ പോകും വഴിക്ക് അവൾക്ക് ആൻഡ് ഒഫീലിയയുടെ അവളുടെ അമ്മ കൊടുത്ത ആ ഒരു ജേർണൽ അവൾ തുറന്നു നോക്കുകയും പെട്ടെന്ന് അവൾക്ക് സൈക്കിക് ആയിട്ടുള്ള ഒരു ഗ്ലിച്ച് വന്നിട്ട് അവളുടെ ആന്റി ഇപ്പോഴും എവിടെയോ ജീവിച്ചിരിക്കുന്ന പോലൊരു വിഷ്വല് അവൾക്കിപ്പോ കിട്ടുന്നുണ്ട്. ഇതേ നേരം തന്നെ വെനസ്ഡേയുടെ മുത്തശ്ശി ഇപ്പോൾ ഏതോ സീക്രട്ട് ആയിട്ടുള്ള ഒരു ചേംബറിലേക്ക് വന്ന് തന്റെ മക്കളായിട്ടുള്ള ഒഫീലിയനെ വിളിക്കുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. ഇതേ നേരം ഒഫീലിയ ആകട്ടെ അവിടെ ഒരു ചുമരുമേ വെനസ്ഡേ മസ്റ്റ് ഡൈ എന്ന് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ ഇതിലൂടെ തന്നെ വെനസ്ഡേക്ക് ഇനിയും കൂടുതൽ എതിരാളികൾ വരാനായിട്ട് ഇരിക്കുന്നുള്ളൂ എന്ന ഒരു സൈനും കാണിച്ച് വെനസ്ഡേ സീസൺ 2 ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഗൈസ്, എനിക്കറിയാം ഈ ഒരു സീസൺ ഇവിടെ കഴിയുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് അൺആൻസേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഇതുവരെ അവളുടെ ശത്രുവായിട്ടുണ്ടായിരുന്ന അവളെ കൊല്ലാൻ പോലും നോക്കിയ ടൈലറിനെ കൊല്ലാനായിട്ടുള്ള ചാൻസ് കിട്ടിയിട്ടും അവൾ എന്തുകൊണ്ടാണ് അവനെ രക്ഷിച്ചതെന്നും ഇനി ടൈലർ വെനസ്ഡേനെ തിരിച്ചറ്റാക്ക് ചെയ്യാനായിട്ട് വരുമോന്നും അതുപോലെ പാവം നമ്മുടെ എനിഡ് അവൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു വെർവോൾഫ് തന്നെയായിട്ട് ഇനിയുള്ള കാലങ്ങൾ അത്രയും ജീവിക്കേണ്ടി വരുമെന്നും ഇതിലും ഒക്കെ ഉപരിയായിട്ട് നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ട് മാത്രം ഇരുന്ന ആൻഡ് ഒഫീലിയ എന്ന് പറയുന്ന ക്യാരക്ടർ പുള്ളിക്കാരി എന്തിനാണ് ഇത്രയും നാളും ഒളിച്ചിരുന്നതെന്നും ആൻഡ് ഒഫീലിയയ്ക്ക് സംഭവിച്ച പോലത്തെ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് വെനസ്ഡേക്കും സംഭവിച്ചതെന്നൊക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുള്ള പോലെ ഇതിനു വേണ്ടിയിട്ട് ഞാനും വെയിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ഈ ഒരു സീസൺ ഇവിടെ വെച്ച് കഴിഞ്ഞ കാരണം കൊണ്ട് മോസ്റ്റ് പ്രോബബ്ലി വെനസ്ഡേയുടെ അടുത്തൊരു സീസൺ 3 ഇതിനു വേണ്ട ആൻസേഴ്സ് ഒക്കെ കിട്ടാന്ന് നമുക്കിപ്പോൾ വിചാരിക്കാം. എനിവേ വെനസ്ഡേ സീസൺ 3യുടെ ലോഞ്ചിങ്ങിനെ പറ്റി ഇതുവരെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഒന്നും പുറത്ത് വന്നിട്ടില്ലെങ്കിലും ഒരു വലിയൊരു ട്വിസ്റ്റോട് കൂടി തന്നെയാണ് ഈ ഒരു സീസൺ എൻഡ് ചെയ്ത കാരണം കൊണ്ട് എന്തായാലും ഒരു സീസൺ 3 നമുക്ക് പ്രതീക്ഷിക്കാനായി. സോ എനിവേ ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഈ ഒരു ഡ്രാമ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഈ ഒരു സീസണിനെ പറ്റിയിട്ടുള്ള ഒപ്പീനിയൻസ് ഒക്കെ കോമന്റ്സ് വഴി ഞങ്ങൾ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ അടിപൊളി ഡ്രാമാസ് ആയിട്ട് നമുക്ക് പിന്നെ വീണ്ടും കാണാം. അപ്പോൾ ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.